ഞാനിതേ ഒരു 3 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പോഴും ഇതിന് സ്മെല്ല് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അന്ന് ഉണ്ടാക്കിയ ആ അതേ മണത്തിലും ക്വാളിറ്റിയിലും ഇപ്പോഴും ഇത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താന്ന് പറയാം. ഒരു 3 വർഷം മുമ്പേ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസൺ വന്നപ്പോൾ നിറയെ ഈച്ചകളുടെ ശല്യം, അതുപോലെ ചെറുപ്രാണികളുടെയൊക്കെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്പ്രേ ആണ് കേട്ടോ ഇത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഒരു 1/2 ലിറ്റർ വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല എടുക്കണം. അപ്പോൾ ഇതിൻ്റെ തണ്ടും ഈ കൊമ്പുകളും ഒന്നും വേണ്ട, കമ്പും തണ്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇല മാത്രമായിട്ട് എടുക്കാം. ഈ വർഷം എല്ലായിടത്തും നിറയെ മാങ്ങയും ചക്കയൊക്കെ കായ്ച്ചെടുക്കുന്നുണ്ട്. ചക്കയൊക്കെ മുറിക്കാൻ വേണ്ടി കാത്തിരിക്കും ഈ ചെറിയ പ്രാണികളുണ്ടല്ലോ, അത് വരാൻ വേണ്ടിയിട്ട്. അത് കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ അത് കിച്ചൺ വിട്ട് പോകാനായിട്ട് വളരെ പ്രയാസമാണ്. ചക്കയുടെ മാങ്ങയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ പ്രാണികൾ അധികമായിട്ടുണ്ട്. അപ്പോൾ ഈച്ചയും ഈ ചെറുപ്രാണികളെയൊക്കെ അകറ്റാനായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു ലിക്വിഡ് വളരെ നല്ലതാണ്. ഞാനൊരു 3 വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ആര്യവേപ്പിൻ്റെ ഇലയുടെ കൊമ്പും തണ്ടും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല മാത്രം എടുത്തിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ 1/2 ലിറ്റർ വെള്ളം എടുത്തു, ഇല ഒരു പിടി ഇല, ആര്യവേപ്പിൻ്റെ ഇല ഒരു പിടി എടുത്തു. ഇനി നമുക്ക് വേണ്ടത് കരയാമ്പൂവാണ്. അപ്പോൾ ദേ ഒരു 5-10 കരയാമ്പൂവും കൂടി അതിലിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ കർപ്പൂരം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കർപ്പൂരം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കർപ്പൂരം വെള്ളത്തിലിട്ട് എത്ര തിളപ്പിച്ചാലും ഇത് മുഴുവനായിട്ട് അലിഞ്ഞ് ചേർന്ന് വരില്ല. കുറച്ചൊക്കെ എന്തായാലും മുകളിൽ ഇങ്ങനെ അലിയാണ്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് തിളച്ച് ഇതിൻ്റെ ആറിയതിന് ശേഷം അരിച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ, ആ കർപ്പൂരം അലിഞ്ഞു ചേരാത്ത കർപ്പൂരം അതിനെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഏത് കുപ്പിയിലാണോ ഈ ഒരു ലിക്വിഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ കുപ്പിയിലേക്ക് ആദ്യം തന്നെ കർപ്പൂരം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം ഒരു ചെറിയ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് എവിടെയാണോ ഈച്ചയുടെ ശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡൈനിങ് ടേബിളിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് അവിടെ മൊത്തത്തിലൊന്ന് തുടക്കുകയാണെങ്കിൽ ഡൈനിങ് ടേബിളിലൊന്നും ഈച്ച വന്നിരിക്കില്ല, അതുപോലെ ചെറിയ പ്രാണികളൊന്നും വരെയില്ല. നല്ല സ്മെല്ലുണ്ടാവും. ഇത് തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ഭാഗത്ത് തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ലിക്വിഡിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരത്തിൽ വരും. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.